ഹലോ കൂട്ടുകാരെ! എല്ലാവർക്കും സുഖമല്ലേ? ഒരു കുക്കറിലോട്ട് നമുക്ക് 1 കപ്പ് പാസ്തയും ഒരു 2 ക്യാരറ്റും തമ്മിൽ ക്യാരറ്റും കൂടെ ചേർത്തുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ട്ടോ ഇന്ന് കാണിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് നമ്മളെടുത്ത ആ 2 ക്യാരറ്റ് ഉണ്ടല്ലോ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാവേ. ഇപ്പോൾ ദാണ്ടെ ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം കട്ടകളൊക്കെ ഇടയ്ക്കൊക്കെ കിടപ്പുണ്ട്. അത് കുഴപ്പമില്ല. ഇനി ഒരു തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു തക്കാളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒരു 2, 3, 4, 5 ബദാമാണ് കേട്ടോ ചേർക്കുന്നത്. ബദാം ഇല്ലെങ്കിൽ കാഷ്നട്ട് ചേർത്താലും മതി. ഇതൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും ചേർക്കണമെന്നില്ല. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ദാണ്ടേ ഞാനൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടാണ് ഇതൊന്ന് അരച്ചെടുത്തത്. ഇതുപോലെ അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കർ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ഈ ബട്ടർ ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്തതേ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതി കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് ഇതാക്കി, അതായത് ഒന്ന് മെൽറ്റാക്കി എടുക്കണേ. ഇപ്പം ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3, 4 അല്ലി വെളുത്തുള്ളി എടുത്ത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പാസ്ത ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് എളുപ്പമാണെന്നറിയോ? അല്ലെങ്കിൽ പാസ്ത മാത്രം വേവിച്ച് പിന്നെ അതിന് മസാല ഉണ്ടാക്കി അത്രയും ടൈമൊന്നുമില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുട്ടികളൊക്കെ വന്ന് അങ്ങോട്ട് ഇരിക്കുമ്പോഴേക്കും വൈകിട്ട് വല്ല സ്നാക്സ് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കേ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി, നല്ല ഫ്ലേവറാണ്. പിന്നെ ക്യാരറ്റ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തിയും ആണ് കേട്ടോ. ക്യാരറ്റ് കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ ക്യാരറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ ഒന്നും അവർക്ക് കിട്ടില്ല. അവർ നല്ലപോലെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ടേ. ഇപ്പോൾ ദാണ്ടെ ഞാൻ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതിനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇപ്പോൾ ഇതാണ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ പരുവമൊക്കെ ആകുമ്പോഴേക്കും ജസ്റ്റ് ഒന്നും കൂടെ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് ചെറിയ കുറച്ച് ഐറ്റംസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ആ ക്യാരറ്റൊക്കെ അരച്ച സമയമുണ്ടല്ലോ ആ സമയത്ത് കുറച്ച് വറ്റൽമുളക് ഇട്ട് അരച്ചെടുത്താലും മതി. ഇനി ഒരു ടീസ്പൂണൊക്കെ ഒറിഗാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ജസ്റ്റ് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ടെ നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാസ്ത ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 1 കപ്പ് പാസ്തയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം 1 കപ്പ് പാസ്ത ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ആ മിക്സിയുടെ ജാറുണ്ടല്ലോ അതിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പാസ്ത എടുത്തേക്കുന്നത് കൊണ്ട് 1 കപ്പ് വെള്ളം. അപ്പോൾ അങ്ങനെയാണ് വെള്ളം ചേർക്കേണ്ടത്. അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ചൊന്ന് കറക്കി ചേർത്ത് കൊടുത്താൽ മതി. ഒന്നും വേസ്റ്റ് ആക്കരുത് എന്നല്ലേ. ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട് ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോഴാണ് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ കേൾക്കുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 3 വിസിൽ കേൾപ്പിച്ചു കേട്ടോ. കുക്കർ അടച്ച് വെച്ചിട്ട് ഞാൻ വേറൊരു പണിക്ക് പോയി. അപ്പോൾ ഒരു 3 വിസിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2 വിസിലും മതി ഇത് വെന്ത് വരാനേ. അപ്പോൾ ദാണ്ട് എനിക്കൊരു 3 വിസിൽ ഞാൻ കേൾപ്പിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്.
അപ്പൊ ചെറുതായിട്ട് അടി പിടിച്ചോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ പിടിച്ചിട്ടില്ല. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ കളറൊക്കെ കാണുമ്പോഴേ കഴിക്കാൻ തോന്നും. ശരിക്കും പറഞ്ഞാൽ ഇത് കുട്ടികൾക്കെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് കേട്ടോ. ഞാനും ഇത് കഴിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. പ്രത്യേകിച്ചും ഈ ക്യാരറ്റ് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കിക്കോളൂ. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. കുട്ടികളൊക്കെ ചോദിച്ച് വീണ്ടും വീണ്ടും വാങ്ങിച്ച് കഴിക്കും ഉണ്ടാക്കി കേട്ടോ. നോക്കിയിട്ടേ അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.